ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഇന്നൊരാൾ നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക കൊടുത്തിട്ടില്ല. ചക്ക ഉണ്ട്, 3-4 ദിവസമായി. അതുകൊണ്ട് ഇച്ചിരി ഒരു പഴകിയിട്ടുണ്ട്. അത് എങ്കിലും കുഴപ്പമില്ല. ഈ വർഷം ചക്ക കഴിച്ചില്ലെന്ന് പറഞ്ഞതിന് പാവം മാവേലിക്കരയിൽ അടൂർ വരെ, തൃശ്ശൂർ വരെ കൊണ്ടു കൊടുത്തു. തൃശ്ശൂർ വരെ കൊണ്ടു കൊടുത്തു. അപ്പം അവർക്ക് ആ ഡേറ്റിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് ഒരു ദിവസം ലേറ്റായിട്ട് വരാൻ പറ്റിയുള്ളൂ. അത് കാരണം ഒരല്പം ഡാമേജൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചക്ക വേവിക്കാൻ പോകണം. ഈ വർഷം ചക്ക കഴിക്കാൻ പറ്റിയില്ല. അത് കാരണം കിട്ടിയ ചക്ക നമുക്ക് കളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച് കയ്യോടെ ഇതങ്ങ് വേവിക്കാമെന്ന് വെച്ചു. നമ്മളെ സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സ്വന്തം സഹോദരി എന്ന് തന്നെ വേണം പറയാൻ. എൻ്റെ സ്വന്തം സഹോദരിയാണ്. അറിയാം, നമ്മുടെ സത്യം പറഞ്ഞ സ്വന്തക്കാർ പോലും ചെയ്യത്തില്ല ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട്. ഇല്ലെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. സ്വന്തക്കാർ പോലും ചെയ്യാത്താണ് എൻ്റെ കൊച്ചെനിക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തു വിട്ടേക്കെന്നറിയാം. എത്രയും ദൂരെ കൊണ്ട് ആ സാധനം കൊണ്ട് കൊടുക്കണം. അതിൻ്റെ മനസ്സിലെന്ത് സ്നേഹം ഉണ്ടായിട്ട്. അതാണ് നമ്മളെ സ്നേഹിക്കണം, അന്യനെ സ്നേഹിക്കണം. ഒരിക്കലും നമ്മളെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ ആരും സ്നേഹിക്കാൻ പാടില്ല. അവരൊക്കെ നമുക്കിട്ട് ഉപകാരമില്ലാത്ത ആൾക്കാർ. നമ്മുടെ സ്വന്തക്കാർ നമുക്ക് ഉപകാരമില്ലാത്ത ആൾക്കാർ. പക്ഷെ അന്യരാണല്ലോ എപ്പോഴും അവരെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവരെപ്പോഴും നമുക്ക് ഉപകാരമുള്ളവരായിരിക്കും. അതൊന്നും ഈ സാധനം കൊടുത്തിട്ടുകൊണ്ട് പറയുമല്ല, എൻ്റെ അനുഭവ കഥകളാണ് ഈ പറയുന്നത്. അപ്പം ഇച്ചിരിയൊക്കെ ഡാമേജ് ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, കളയത്തില്ല. ഞാൻ വേവിക്ക് വന്നത് കണ്ടോ, ഒന്ന് വേവിച്ച് കഴിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. അതുകൊണ്ട് ഞാനിതൊന്നും അരിയട്ടെ. ചക്കക്കുരും കളയത്തില്ല, ചക്കക്കുരു എടുക്കും ഇതിലൂടെ. ഇന്ന് നല്ല ചക്കക്കുരുവാ കേട്ടോ. ചക്കക്കുരു എല്ലാം കൊടുത്തുവിട്ട് എനിക്ക് ചക്കക്കുരു, അച്ചാറ്, പേരയ്ക്ക, നാടൻ പേരയ്ക്ക, അവരുടെ വീട്ടിലെ പേരയ്ക്ക ഇത് കണ്ടോ, അതെല്ലാം എനിക്ക് കൊടുത്തു കിട്ടും. കാന്താരിമുളക്, ഉണ്ടമുളക്, അപ്പം ഇതിനുള്ള മസാല ഞാൻ നിർത്തുന്നുണ്ട് കേട്ടോ. തേങ്ങ എല്ലാം വേണം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ചക്കക്കുരു കൂടെ അതിനകത്ത് അരിഞ്ഞിടാം. നല്ല ചക്കക്കുരു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒറ്റ ഇളക്കി വേവുന്ന സാധനമാണ്. എന്താ നല്ല അടിപൊളി ചക്കക്കുരു. ഇതിട്ട് ഇറച്ചിക്കറി ഇടണം. ചക്കക്കുരു പണ്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിലെ ഇറച്ചിക്കറി വെക്കുമായിരുന്നു. ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച്. അപ്പം ഇത് അരിഞ്ഞ് വെച്ചിട്ട് വരാം. ചക്കക്കുരുയുടെ അരത്തില. അപ്പം ഞാൻ ചക്കയ്ക്ക് വേണ്ട സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട്. ഉണ്ടമുളക് പഴുത്ത കേട്ടോ, എരിവായിരിക്കും. ഞാൻ എടുക്കും, 2-3 എടുത്തു. എരിവിച്ചിരുന്നോട്ടെ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ലേ, ഒരു 5-6 കാന്താരിമുളക്, 5-6 കാന്താരിമുളക് എടുത്തു. 3-4 അല്ലി വെളുത്തുള്ളി എടുത്തു. ഒരു തണ്ട് കറിവേപ്പില എടുത്തു. അതിനകത്ത് ഇട്ടു. ഇനി ഇച്ചിരി ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ നമ്മളില്ല. കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഒരല്പം ജീരകം എടുത്തു. ആവശ്യത്തിനുള്ള തേങ്ങയും കൊണ്ട് നമുക്കിടാം. ഈ ഇടത് കൈ കൊണ്ടല്ല ഞാനിത് യൂസ് ചെയ്യാൻ, വലത് കൈയാണ് ഇത് കേട്ടോ. ഇത് ക്യാമറയുടെ പ്രോബ്ലം കൊണ്ടാണ്, മൊബൈൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇടത് കൈയാണെന്ന് തോന്നുന്നത്. എനിക്കൊരു കമൻറ്റ് വന്ന് ഇടത് കൈ കൊണ്ട് ചെയ്തത് ശരിയായില്ലെന്ന് പറയുന്നത്. ഇടത് കൈ അല്ല, എൻ്റെ വലത്. ഇതാണ് എൻ്റെ ഇടത് കൈ.
ഇതെൻ്റെ വലത് കൈയാണ് കേട്ടോ. അപ്പം ഇടത് കൈയായിട്ടാണ് തോന്നുന്നത്. കുറച്ച് തേങ്ങയും കൂടെ എടുത്ത് ഓക്കെ. അപ്പം ഇതിൽ ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പം എന്താ ഞാൻ അരപ്പൊക്കെ ഇടിച്ച് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കും ചക്കയും ചക്കക്കുരും കൂടെ കുക്കറിനകത്തോട്ടിടാം. പെട്ടെന്നാവുന്നത്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 2 വിസിൽ വരുമ്പോഴത്തേക്ക് ചക്ക വെന്ത് കിട്ടും. അപ്പം നമുക്കത് വെന്തിട്ട് കാണാമേ. അപ്പം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത്. കൊണ്ടുവന്ന് നോക്കാം. ഇടത് കൈയല്ല, ഇത് വലത് കൈയാ കേട്ടോ. നല്ല അടിപൊളിയായിട്ടതാ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പച്ചയായിരുന്നു, ഒന്നുകൂടി ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും ദിവസമായിരുന്നു. 4 വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്ന് ചൊവ്വ ബുധൻ 6 ദിവസമായി. കൊടുത്തപ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.